ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങളുടെ LSS എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൻ്റെ പാർട്ട് 1, പാർട്ട് 2 വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളിൽ നമ്മൾ പരിസര പഠനം, പൊതുവിജ്ഞാനം, മലയാളം, ഇംഗ്ലീഷ് എന്നീ സബ്ജക്റ്റുകളാണ് ഡിസ്കസ് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയാനുള്ളത് ഗണിതത്തിൽ നിന്നും വരുന്ന ചോദ്യങ്ങളാണ്. സോ നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യദു 3000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. ഇതിലേക്കായി ഒരുപോലുള്ള 15 നോട്ടുകളാണ് യദു നൽകിയതെങ്കിൽ ഏതാണ് ആ നോട്ടുകൾ? ഒരുപോലുള്ള 15 നോട്ടുകളാണല്ലോ. നമുക്ക് ഓരോ ഓപ്ഷൻ നോക്കാം. 100 ആണെങ്കിൽ 15 100 എടുക്കണം അല്ലേ. 15 ഗുണിക്കണം 100 എത്രയാണ്? 1500 സോ അത് നടക്കില്ല. നമുക്കിവിടെ 3000 രൂപയ്ക്കാണ് പെട്രോൾ അടിച്ചത്. അടുത്തത് 15 500 നോക്കാം. 15 ഗുണിക്കണം 500 എത്രയാണ്? 7500 സോ അതും തെറ്റാണ്. ഇനി 15 ഗുണിക്കണം 200, 15 200കൾ എടുക്കുകയാണെങ്കിൽ 3000 വരും. സോ യദു എടുത്തിട്ടുണ്ടാവുക 15 എണ്ണം 200ൻ്റെ നോട്ടുകളാണ്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒറ്റ സംഖ്യകളായ 2 നാലക്ക സംഖ്യകളുടെ തുക ആകാവുന്ന താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? 2 ഒറ്റ സംഖ്യകൾ, അതായത് ഓഡ് നമ്പേഴ്സ് തമ്മിൽ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഈവൻ നമ്പേഴ്സ് ആയിരിക്കും. സോ ഇവിടെ ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് ഈവൻ നമ്പേഴ്സ് എന്നുള്ളത് നോക്കാം. 4236 അല്ലേ, എന്താണ്? ഇതൊരു ഈവൻ നമ്പർ, സമസംഖ്യയാണ്. ഇനി അപ്പോൾ എന്താണ്? 1 ശരിയാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ 3341, അതൊരു ഒറ്റ സംഖ്യ ഓഡ് നമ്പറാണ്. സോ അത് തെറ്റാണ്. ഇനി മൂന്നാമത്തത് 4817, അതും ഒറ്റ സംഖ്യ ഓഡ് നമ്പറാണ്, തെറ്റാണ്. ഇനി നാലാമത്തത് 6332, അതൊരു ഈവൻ നമ്പറാണ്. സോ അത് ശരിയാണ്. 1ഉം 4ഉം ശരിയാണ്. ഇവിടെ ദി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കോൺസെപ്റ്റ്, 2 ഓഡ് നമ്പേഴ്സ് തമ്മിൽ കൂട്ടിയാൽ ഈവൻ നമ്പർ ആയിരിക്കും കിട്ടുക. അതായത് എക്സാമ്പിൾ പറയാണ്, 1ഉം 3ഉം കൂട്ടി എത്രയാണ്? 2ഉം ഓഡ് നമ്പേഴ്സാണ്. 1ഉം 3 എന്നുള്ളത് ഓഡ് നമ്പേഴ്സാണ്. ഇത് രണ്ടും കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 4 എന്നാണല്ലോ. അതൊരു ഈവൻ നമ്പർ അല്ലേ. മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. 5ഉം 7ഉം, 5 എന്നുള്ളത് ഓഡ് നമ്പറാണ്. ഇത് രണ്ടും കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 12 ഈവൻ നമ്പർ ആണല്ലോ. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഒറ്റ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഈവൻ നമ്പേഴ്സ് ആയിരിക്കും. അടുത്ത ചോദ്യം നോക്കാം. 15 ഗുണിക്കണം 48, ഇതിന് സമാനമല്ലാത്ത ക്രിയ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ആദ്യം നമുക്ക് 15 ഗുണിക്കണം 48 എത്രയാണെന്ന് നോക്കാം. നമുക്ക് ഉത്തരം കിട്ടുന്നത് 720 എന്നാണ്. ഇനി നമുക്ക് താഴെ തന്നിട്ടുള്ള ഓരോ ഓപ്ഷൻസും പരിശോധിക്കാം. ഇവിടെ 720 നമുക്ക് ഓപ്ഷൻസ് കിട്ടാത്തതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ എ പരിശോധിക്കാം. 10 ഗുണിക്കണം 48 പ്ലസ് 5 ഗുണിക്കണം 48 ആണല്ലോ. 10 ഗുണിക്കണം 48 എത്രയാണ്? 48 കഴിഞ്ഞിട്ട് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി, 480 ആയി. ഇനി കൂട്ടണം 240, 720 ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്ക് 720നോട് സമമാണിത്. സോ ഈ ഒരു ഓപ്ഷൻസ് നമ്മുടേത് സമമല്ലാത്തതാണ് ചോദിച്ചത്. ഓക്കെ. ഇനി ബി, 15 ഗുണിക്കണം 40 പ്ലസ് 15 ഗുണിക്കണം 8, 600 കൂട്ടണം 120, 720 കിട്ടിയിട്ടുള്ളത്. ഓപ്ഷൻ സി, 12 ഗുണിക്കണം 40 കൂട്ടണം 3 ഗുണിക്കണം 8, 480 കൂട്ടണം 24, 504 കിട്ടുന്നത്. ഇത് 720നോട് ഈക്വൽ അല്ലേ. സോ ഇവിടെ നമ്മളോട് ചോദിച്ചത് സമമല്ലാത്തതാണ്. നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്. നമുക്ക് ഓപ്ഷൻ ഡി കൂടി പരിശോധിക്കാം. 13 ഗുണിക്കണം 48 കൂട്ടണം 2 ഗുണിക്കണം 48, 624 കൂട്ടണം 96, 720 ഇവിടെ കിട്ടിയിട്ടുള്ളത്. സോ നമുക്കിത് ഈക്വൽ ആണ്, 720 തന്നെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. സോ ശരിയായിട്ടുള്ള ഉത്തരം നമുക്ക് 720 കിട്ടാത്തത് ഓപ്ഷൻ സി ആണ്. 12 ഗുണിക്കണം 40 കൂട്ടണം 3 ഗുണിക്കണം 8, ഓപ്ഷൻ സി ടിക്ക് ചെയ്യുക. അടുത്ത ചോദ്യം, 5060 ഉത്തരമായി വരുന്നത് ഏത് എന്നാണ്. ഓപ്ഷൻ എ നോക്കാം. 50 100ഉം 6 10ഉം.
50 100 5000 ആണ്. 6 10 60 5060 ഇവിടെ കിട്ടുന്നത്. സോ ഓപ്ഷൻ എ ഒന്നാമത്തത് ശരിയാണ്. ഇനി രണ്ടാമത്തത് നോക്കുക. 5 1000-ഉം 6 100-ഉം 5600 ആവും. രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ്. അടുത്തത് 506 10-ഉം 0 1-ഉം 506 10 എന്ന് പറയുന്നത് 5060 ആണ്. മൂന്നാമത്തെ ഓപ്ഷനും ശരിയാണ്. ഇനി നാലാമത്തത് 5 1000-ഉം 6 10-ഉം 5000-ഉം പിന്നെ 6 10 60-ഉം 5060. നാലാമത്തെ ഓപ്ഷനും ശരിയാണ്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം 1 3 4-ഉം ശരിയാണെന്നാണ്, അതായത് ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം. 11:05 PM കോഴിക്കോട് നിന്നും പുറപ്പെട്ട ബസ് 8 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ എത്തി എങ്കിൽ എത്തിച്ചേർന്ന സമയം എത്ര? 11:05 പുറപ്പെടുന്നത്. 8 മണിക്കൂറും 15 മിനിറ്റും കഴിയുമ്പോഴുള്ള സമയമാണ് ചോദിച്ചത്. ആദ്യം നമുക്ക് മണിക്കൂറുകൾ നോക്കാം. 11:05 കഴിഞ്ഞ് 8 മണിക്കൂർ കഴിയുമ്പോഴുള്ള സമയം 12:05, 1:05, 2:05, 3:05, 4:05, 5:05, 6:05, 7:05. മണിക്കൂറുകൾ 8 മണിക്കൂർ കഴിയുമ്പോഴുള്ള സമയം എന്ന് പറയുന്നത് 5 ആണ്. ഇനി നമുക്ക് 15 മിനിറ്റ് കൂടി കഴിയണം. മിനിറ്റ് നോക്കാം. 5-നോട് 15 മിനിറ്റ് കഴിയുമ്പോൾ ഉണ്ടാകുന്നത് 7:20 ആണ്. ഓക്കെ, സമയം എത്രയാണ്? രാവിലെ 7:20 AM അവർ എത്തുന്നത്. സോ ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. ഇനി ആറാമത്തെ ചോദ്യം. താഴെ നൽകിയിരിക്കുന്ന 4 അക്ക സംഖ്യ 9-ന്റെ ഗുണിതമാണ് എങ്കിൽ വിട്ടുപോയ ഭാഗത്ത് വരാൻ സാധ്യതയുള്ള അക്കം ഏതാണ്? നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 4 അക്ക സംഖ്യയാണ്, 9-ന്റെ ഗുണിതമാണെന്നാണ്. ഒരു 4 അക്ക സംഖ്യ 9-ന്റെ ഗുണിതമാണെങ്കിൽ അവ തമ്മിൽ കൂട്ടുമ്പോൾ 4 അക്ക സംഖ്യയിലെ 4 സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 9-ന്റെ ഗുണിതങ്ങളാണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് നോക്കാം. 4 കൂട്ടണം 2 കൂട്ടണം 3 എത്രയാണ്? 9 ആണ്. അടുത്ത സംഖ്യ ഏതാണെന്ന് നോക്കാം. 4 എഴുതിയാലോ? 4 എഴുതിയാൽ 9-നോട് 4 കൂട്ടിയാൽ എത്രയാണ്? 13 ആണ്. 13 എന്നുള്ളത് 9-ന്റെ ഗുണിതമാണോ? അല്ല. സോ 4 എന്നുള്ളത് തെറ്റാണ്. അടുത്തത് 6 കൂട്ടി നോക്കാം. 4 കൂട്ടണം 2 കൂട്ടണം 3 കൂട്ടണം 6 എത്രയാണ്? 15 ആണ് കിട്ടുന്നത്. 15 എന്നുള്ളത് 9-ന്റെ ഗുണിതമല്ല. സോ 15 എന്നുള്ളതും തെറ്റാണ്. അടുത്തത് 0 ആണ്. 4 കൂട്ടണം 2 കൂട്ടണം 3 കൂട്ടണം 0 9 തന്നെയാണ്. 9 എന്നുള്ളത് 9-ന്റെ ഗുണിതമാണ് അല്ലേ? 1 ഗുണിക്കണം 9 9 ആണ്. സോ ഓപ്ഷൻ സി ശരിയാണ്. മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മൾ നോക്കിയതെന്ന്? ഒരു 4 അക്ക സംഖ്യയുടെ സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ 9-ന്റെ ഗുണിതമായിരിക്കണം. ഇവിടെ 4 കൂട്ടണം 2 കൂട്ടണം 3 കൂട്ടണം 0 9 ആണ്. 9 എന്നുള്ളത് 9-ന്റെ മൾട്ടിപ്ലിക്കേഷനിൽ വരുന്നതാണ്. സോ സി ഈസ് കറക്റ്റ്. അടുത്തത് ഡി കറക്റ്റ് ആണോ എന്ന് നോക്കാം. 3 എന്നാണ്. 9-നോട് 4 കൂട്ടണം 2 കൂട്ടണം 3 കൂട്ടണം 3 എത്രയാണ്? 12 ആണ്. 12 9-ന്റെ ഗുണിതങ്ങളിൽ വരുന്നതല്ല. സോ ഡിയും തെറ്റാണ്. ഇവിടെ സി മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം. 3 7 6 0 എന്നീ അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാവുന്ന ഏറ്റവും വലിയ 4 അക്ക ഇരട്ട സംഖ്യയും ഏറ്റവും ചെറിയ 4 അക്ക ഇരട്ട സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര? നമുക്ക് ആദ്യം ഏറ്റവും വലിയ സംഖ്യകൾ കാണാം. നമുക്ക് തന്നിട്ടുള്ളതെന്ന് പറയുന്നത് 3 7 6 0 എന്നിങ്ങനെയാണല്ലോ. ഏറ്റവും വലിയ ഇരട്ട സംഖ്യയാണ് നമുക്ക് എഴുതേണ്ടത്. ഏറ്റവും വലുത് കാണാൻ വേണ്ടിയിട്ട് ഈ അക്കങ്ങൾ ഉപയോഗിച്ച് ഏറ്റവും വലിയ സംഖ്യ കാണാൻ വേണ്ടിയിട്ട് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്ന ഓർഡറിൽ എഴുതിയാൽ മതി. ഏറ്റവും വലുത് എ ആണ്, പിന്നെ 6, പിന്നെ 3 0. 0-ത്തിൽ അവസാനിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു ഇരട്ട സംഖ്യയുമാണ്. സോ നമുക്ക് നിർമ്മിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഇരട്ട സംഖ്യ 7630 ആണ്. ഇനി ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ കാണണം. ഇവിടെ ഏറ്റവും ചെറുത് 0 ആണ്. പക്ഷെ ആദ്യം 0 എഴുതാൻ പറ്റില്ല. പിന്നെ 3 ആണ്. പിന്നെ നിങ്ങൾ 0 എഴുതുക. 3 കഴിഞ്ഞിട്ട് പിന്നെ 6 എയും. പക്ഷെ എയിൽ അവസാനിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു ഒറ്റ സംഖ്യയാണ്, ഇരട്ട സംഖ്യയല്ല. അതുകൊണ്ട് എഴുതാൻ പറ്റില്ല. നമുക്ക് 3 0 7 6 എന്ന് എഴുതാം. 6-ൽ അവസാനിക്കുന്നത് കൊണ്ട് ഈ ഒരു സംഖ്യ ഇരട്ട സംഖ്യയാണ്. ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് 3076 ആണ്. ഇനി ഇവർ തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് കാണേണ്ടത്. ഇത് തമ്മിൽ കുറച്ച് നോക്കുക. ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും തമ്മിൽ കുറയ്ക്കാം.
0-ൽ നിന്ന് 6 കുറയ്ക്കാൻ പറ്റില്ല. 10-ൽ നിന്ന് 6 കുറയ്ക്കുന്നു. 10-ൽ നിന്ന് 6 പോയാൽ 4 പിന്നെ 3-ൽ നിന്ന് 2-ൽ നിന്ന് 7 കുറയ്ക്കാൻ കഴിയില്ല, കടമെടുക്കുന്നു. 12-ൽ നിന്നും 7 കുറയ്ക്കണം, 6 എന്നുള്ളത് 5 ആവുന്നു. അങ്ങനെ 12-ൽ നിന്നും 7 കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 5 എന്നാണ്. പിന്നെ 5 നിറയ്ക്ക് എഴുതുക. 7-ൽ നിന്ന് 3 പോയാൽ 4 4554 ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്, 4554. അടുത്തത് 8ാമത്തെ ചോദ്യമാണ്. 28 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു നൂൽ കമ്പി കൊണ്ട് താഴെ പറയുന്നതിൽ ഏത് അളവിലുള്ള ചതുരമാണ് നിർമ്മിക്കാൻ കഴിയാത്തത്? നമുക്ക് ചുറ്റളവ് 28 ഓരോ ഓപ്ഷനിൽ കിട്ടുന്നത് നോക്കാം. ആദ്യത്തേത് 12 സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്ററുമാണ് ചതുരത്തിൻ്റെ അളവ് തന്നിട്ടുള്ളത്. ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ 12 2 എത്രയാണ്? 13 14 2 ഗുണിക്കണം 14 28 ഓപ്ഷൻ എ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. അടുത്തത് ബി 10 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും. 10 കൂട്ടണം 4 14 14 ഗുണിക്കണം 2 28 ചുറ്റളവ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഓപ്ഷൻ ബിയും നിർമ്മിക്കാൻ കഴിയും. അടുത്തത് സി 8 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും. 8 കൂട്ടണം 6 14 14 ഗുണിക്കണം 2 28 ഓപ്ഷൻ സിയും നമുക്ക് നിർമ്മിക്കാൻ കഴിയും. അടുത്തത് ഡി 9 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും. 9 കൂട്ടണം 6 15 15 ഗുണിക്കണം 2 30 സോ നമുക്കിവിടെ നിർമ്മിക്കാൻ കഴിയാത്തത് ഓപ്ഷൻ ഡി ആണ്. സോ ദി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അടുത്തത് 9ാമത്തെ ചോദ്യമാണ്. ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് 5000 മുതൽ 5100 വരെയാണ് നമ്പർ നൽകിയത് എങ്കിൽ ആകെ എത്ര പേർ ആ മത്സരത്തിൽ പങ്കെടുത്തു? എത്ര പേരുണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ 5100-ൽ നിന്നും 5000 കുറയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് 100 എന്ന് കിട്ടും. എന്നിട്ട് അതിനോട് 1 കൂട്ടുക, 101. അതാണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. ഇവിടെ ഓപ്ഷൻ ബിയിലാണ് 101 എന്നുള്ളത്. സോ ദി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഇതേ മോഡലുള്ള ക്വസ്റ്റ്യൻ പല പേപ്പറിലും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ചെസ് നമ്പർ തന്നിട്ട് എത്ര പേർ പങ്കെടുത്തു എന്ന് ചോദിച്ചാൽ തന്നിട്ടുള്ള 2 ചെസ് നമ്പർ തമ്മിലുള്ള വ്യത്യാസം കണ്ടിട്ട് അതിനോട് 1 കൂട്ടിയാൽ മതി. ഓക്കെ. അടുത്തത് 10ാമത്തെ ചോദ്യം. ഈ ഒരു പേപ്പറിലത്തെ ഗണിതം വിഷയത്തിലത്തെ ലാസ്റ്റത്തെ ചോദ്യമാണ്. ടാൻഗ്രാമിനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തത് ടാൻഗ്രാമിൽ ഒരു സമചതുരം അടങ്ങിയിട്ടുണ്ട്. ശരിയാണ്. രണ്ടാമത്തത് ഒരു ടാൻഗ്രാം സെറ്റിൽ 4 ത്രികോണങ്ങളുണ്ട്. തെറ്റാണ്. ഒരു ടാൻഗ്രാം സെറ്റിൽ 5 ത്രികോണങ്ങളാണുള്ളത്. സോ രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ്. 3 ത്രികോണവും സമചതുരവും സമാന്തരികവും ടാൻഗ്രാമിൽ ഉണ്ട്. ശരിയാണ്. ഇവിടെ ശരിയായിട്ടുള്ളത് 1ഉം 3ഉം ശരി. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. സോ കുട്ടികളെ, നമ്മളിവിടെ ഇതൊരു 50 മാർക്കിൻ്റെ ചോദ്യ പേപ്പർ ആയിരുന്നു. ഇതിലെ 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും 3 പാർട്ടുകളാക്കിയിട്ട് നമ്മൾ ഡിസ്കസ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും പാർട്ടിൻ്റെ ലിങ്ക് വേണ്ടിയവർ നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യങ്ങളിൽ ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കൂടി പറയാം. സോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ആരതി എന്ന് പറഞ്ഞൊരു കുട്ടി നമുക്ക് മെസ്സേജ് ആക്കിയിരുന്നു. സ്ഥിരം വ്യൂവറാണ്. ഒരു ഹായ് പറയണമെന്ന് പറഞ്ഞിരുന്നു. സോ ആരതി, ഹായ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സോ ദാറ്റ്സ് ഓൾ.